ഇപ്പോൾ സാജു വഴക്കിടുന്ന സ്വഭാവക്കാരനല്ലേ? ഇല്ല. വരട്ടെ. സാജു പണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ നീ ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ വേറെ മുന്നോട്ടുള്ള പഠനത്തെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് ഉഴപ്പായിരുന്നു. നിൻ്റെ മുമ്പിലുള്ള മെയിൻ പ്രശ്നം വെച്ചാൽ ഡാൻസും പാട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് അതിനെ ഒരുപാട് ഞാൻ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. കാരണം പാട്ട് വേണം, ഡാൻസും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ പഠിക്കുന്ന കാര്യത്തിലും അതുപോലെ സ്വന്തമായിട്ടൊരു ജോലി മേടിക്കുന്ന കാര്യത്തിലൊക്കെ താല്പര്യം കാണിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നീ അത് നമ്മൾ തമ്മിലുള്ള ഒരു വഴക്കിൽ വരെ അത് എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നീ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട്, മാത്രമല്ല നീ ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷെ അന്നൊക്കെ ഇപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു തന്നത് മുഴുവൻ നിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയും നിൻ്റെ ഒരു നല്ലതിനും വേണ്ടി മാത്രമായിരുന്നു. അതിൽ നിനക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ചേട്ടൻ എൻ്റെ നേരെ മൂത്താളാണ്. ഞങ്ങൾ രണ്ടുപേരും കീരിമ്പാൻ പോവാം. ആരോടും വഴക്കിടില്ല എന്നുള്ള പറഞ്ഞതിൻ്റെ അല്ല, വീട്ടില് ഞങ്ങൾ രണ്ടു. കാരണം എന്നെ ഇങ്ങനെ ആക്കിയതും ആ പുള്ളി തന്നെ, ചേട്ടൻ തന്നെ. കാരണം പുള്ളി മിമിക്രി ആർട്ടിസ്റ്റാ, പ്രൊഫഷണൽ ട്രൂപ്പിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റാ. സ്കൂൾ തൊട്ട് എല്ലാ വർഷവും കലാപ്രതിഭയാണ് എൻ്റെ ചേട്ടൻ. 10ാം ക്ലാസ് പഠിക്കുന്നവരെ ആ സ്കൂളിലെ കലാപ്രതിഭയെ. അപ്പം ചേട്ടൻ ചെയ്യണ കണ്ടാണ് ഞാൻ പഠിച്ചു വന്നത്. ചേട്ടന് പെട്ടെന്ന് ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ചേട്ടനെ ഫീൽഡ് വിട്ട് ജോലിയിലേക്ക് പോയി. അപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ കയറി. ഞാൻ പരിപാടിയായിട്ടാണ് പലപ്പോഴും എന്നോട് പറഞ്ഞ പണി നിർത്തി, നിനക്ക് വണ്ടി മേടിച്ച് തരാം, നീ വണ്ടി ഓടിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രീ ഡിഗ്രിക്ക് എനിക്ക് മാർക്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ആവറേജ് മാർക്ക്, എനിക്ക് എല്ലാത്തിനും എ ആയിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവരും സന്തോഷം. പക്ഷേ ആബ്സെന്റിന്റെ ഒറ്റ പരീക്ഷ എഴുതിയില്ല. അപ്പം ചേട്ടൻ അന്നേരം തൊട്ടേ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ നമ്മൾ അതുമേ തന്നെ നിന്ന്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും അന്ന് 150 രൂപ കിട്ടും മിമിക്രിക്ക് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഇടുക്കിയിൽ പരിപാടിക്ക് പോയിട്ട് 150 രൂപ ഇട്ട് 300 രൂപ 2 പരിപാടി വെച്ചിട്ട്. അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കാട്ടുമുയിൽ, അപ്പം ഞാൻ കാട്ടുമുയിലെന്ന് പറഞ്ഞ് വളർത്തണം നമ്മൾ വീട്ടിൽ വന്നു. ഇതിനെത്രയെന്ന് വെച്ചാൽ പറഞ്ഞാൽ 300 രൂപ എന്ന് പറഞ്ഞു. അത് മൊത്തം കൊടുത്ത് അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറ്റി മുയലിനെ മേടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെയുള്ള സ്വഭാവം ഉണ്ട്. വീട്ടിലേക്ക് അങ്ങനെ പൈസ കൊണ്ടുവരല്ലോ, സേവ് ചെയ്യലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. കാരണം കല്യാണവും കഴിഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു കിടക്കും. ഇതെല്ലാം ഈ കാട്ടുമുയലിനെ മേടിക്കുന്നതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ്? കല്യാണം കഴിഞ്ഞിട്ട്. ഓ ശരി, കല്യാണം കഴിഞ്ഞിട്ടാണ് 150 ഉറുപ്പിക്ക് പോയത്. അതെ, അന്ന് അത്ര ഉള്ളൂ. ഇടയ്ക്കെന്തോ പെയിന്റിങ്ങിന് പരിപാടി, പെയിന്റിങ്ങിന് പോയിട്ടുണ്ട്.